ഓക്കെ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ബ്ലോക്ക് 03-ലെ മണി ആൻഡ് ബാങ്കിങ്. അതിനകത്തെ യൂണിറ്റ് 4 ആണ് ക്യാപിറ്റൽ മാർക്കറ്റ്. അപ്പോൾ ഇതുവരെയുള്ള 3 യൂണിറ്റ് നമ്മൾ കണ്ടു. അതിനകത്ത് എന്തൊക്കെയാണ് പറഞ്ഞിരുന്നത് എന്ന് കണ്ടു. ഇനി നമ്മൾ അതിൻ്റെ അകത്ത് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്കാണ് പോകാൻ പോകുന്നത്. ഓക്കെ, എന്താണ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് അറിയുന്ന ആരെങ്കിലും ഉണ്ടോ? നമുക്ക് നോക്കാം. എന്താണ് ക്യാപിറ്റൽ മാർക്കറ്റ്? നമ്മളിത് പഠിച്ചതാണ്. ഇനി അതിൻ്റെ റിവിഷൻ പാർട്ടാണല്ലോ ഇത്. ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ മാർക്കറ്റിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. നമ്മുടെ ഫിനാൻഷ്യൽ മാർക്കറ്റിനെ എത്ര ആയിട്ട് തിരിച്ചിട്ടുണ്ട്? രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് അല്ലേ? ക്യാപിറ്റൽ മാർക്കറ്റ് എന്നും മണി മാർക്കറ്റ് എന്നും രണ്ടായിട്ടാണ് ഫിനാൻഷ്യൽ മാർക്കറ്റിനെ തരംതിരിച്ചിട്ടുള്ളത്. അതിന് ഡൗട്ടൊന്നും ഇല്ലല്ലോ. അപ്പം ക്യാപിറ്റൽ മാർക്കറ്റിനെ എത്രയായിട്ട് തരംതിരിച്ചിട്ടുണ്ട്? രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിനെ ക്യാപിറ്റൽ മാർക്കറ്റ് എന്നും ഫിനാൻഷ്യൽ മാർക്കറ്റിനെ ക്യാപിറ്റൽ മാർക്കറ്റ് എന്നും മണി മാർക്കറ്റ് എന്നും രണ്ടായി തിരിച്ചിരിക്കുന്നു. ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് റണ്ണിലേക്കുള്ള മാർക്കറ്റാണ് എന്തെന്ന് പറഞ്ഞത്? ക്യാപിറ്റൽ മാർക്കറ്റ്. എന്നാൽ മണി മാർക്കറ്റ് എന്താണ്? ഷോർട്ട് റണ്ണായിരിക്കും കണക്കാക്കുന്നത്. ഓക്കെ, കാലാവധിയാണ് പറഞ്ഞത്. ഓക്കെ, ഇനി നമുക്ക് ക്യാപിറ്റൽ മാർക്കറ്റ് എന്താണെന്നിലേക്ക് പോവാം. ഓക്കെ, ക്യാപിറ്റൽ മാർക്കറ്റ് ഈസ് വെയർ ലോങ് ടൈം സെക്യൂരിറ്റീസ് ആർ ബോട്ട് ആൻഡ് സോൾഡ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു ലോങ് ടൈം സെക്യൂരിറ്റീസ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന മാർക്കറ്റിനെയാണ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇവിടെ എന്താണ്? ലോങ് ടൈം സെക്യൂരിറ്റീസിനെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന മാർക്കറ്റിനെയാണ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ മാർക്കറ്റിനെ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു, ക്യാപിറ്റൽ മാർക്കറ്റ് എന്നും മണി മാർക്കറ്റ് എന്നും. ലോങ് ടൈം സെക്യൂരിറ്റീസിനെ ബോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ സോൾഡ് ചെയ്യുന്ന മാർക്കറ്റിനെയാണ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. മണി മാർക്കറ്റ് അപ്പോൾ എന്തായിരിക്കും? ഷോർട്ട് ടേം സെക്യൂരിറ്റീസ് ആയിരിക്കും അവിടെ ബോട്ട് ചെയ്യുന്നതും സോൾഡ് ചെയ്യുന്നതും അല്ലേ? ഇനി നോക്കിക്കേ, their main aim is to divert funds from unproductive to productive purpose. അതായത് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ട്സിനെ ഡൈവേർട്ട് ചെയ്യുക. എന്തിൽ നിന്ന് എന്തിലേക്ക്? അൺപ്രൊഡക്റ്റീവ് ആയതിൽ നിന്ന് പ്രൊഡക്റ്റീവ് പർപ്പസസിന് വേണ്ടി എന്ത് ചെയ്യുക? ഫണ്ട്സിനെ ഡൈവേർട്ട് ചെയ്യുന്ന രീതിയാണെന്ന് പറയുന്നത് ഈ ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പം മനസ്സിലായല്ലോ, ക്യാപിറ്റൽ മാർക്കറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതണം. അതൊരു ലോങ് ടൈം സെക്യൂരിറ്റീസ് ബോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ സോൾഡ് ചെയ്യുന്ന അല്ലെങ്കിൽ വാങ്ങുന്ന അല്ലെങ്കിൽ വിൽക്കുന്ന മാർക്കറ്റിനെയാണ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ മെയിൻ എയിം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ കൺവേർട്ട് ചെയ്യുക അല്ലെങ്കിൽ ഡൈവേർട്ട് ചെയ്യുകയാണ് ഫണ്ട്. എന്തിൽ നിന്ന് എന്തിലേക്ക്? അൺപ്രൊഡക്റ്റീവ് ടു പ്രൊഡക്റ്റീവ് പർപ്പസസിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഫണ്ടിനെ ഡൈവേർട്ട് ചെയ്യുന്നു. ഓക്കെ, അത്രയും മനസ്സിലായല്ലോ. ഇനി അടുത്ത നോക്കിക്കേ, ദേ ആർ കൺട്രോൾഡ് ബൈ റെഗുലേറ്ററി അതോറിറ്റീസ്. അതായത് റെഗുലേറ്ററി അതോറിറ്റീസായ റെഗുലേറ്ററി അതോറിറ്റീസിനെ എന്ത് ചെയ്യുന്നു? ഇത് കൺട്രോൾ ചെയ്യുന്നു. ഏതൊക്കെയാണ് റെഗുലേറ്ററി അതോറിറ്റീസ്? സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്, ഡെറ്റ് മാർക്കറ്റ്സ്, ഓപ്ഷൻ മാർക്കറ്റ്സ്, ഇങ്ങനെയുള്ള ക്യാപിറ്റൽ മാർക്കറ്റുകളൊക്കെ എന്ത് ചെയ്യുന്നു? റെഗുലേറ്റ് ചെയ്യുന്നു അല്ലേ? റെഗുലേറ്ററി അതോറിറ്റീസിനെ കൺട്രോൾ ചെയ്യുന്നത് ക്യാപിറ്റൽ മാർക്കറ്റാണെന്നാണ് ആര് പറയുന്നത്? ഈ തിയറി പറയുന്നത്. ഓക്കെ, എന്താണ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം എഴുതണം, ലോങ് ടൈം സെക്യൂരിറ്റീസ് വാങ്ങുന്നതും വിൽക്കുന്നതുമായ മാർക്കറ്റിനെയാണ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. their main aim is to divert funds from unproductive to productive purposes. പിന്നെ ഇതിൻ്റെ they are controlled by, ഇതെന്തിനെ കൺട്രോൾ ചെയ്യുന്നു? റെഗുലേറ്ററി അതോറിറ്റീസിനെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നു. അതായത് സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്, ഡെറ്റ് മാർക്കറ്റ്, ഓപ്ഷൻ മാർക്കറ്റ്സ്, ഇതിനെയെല്ലാം എന്ത് ചെയ്യുന്നു? കൺട്രോൾ ചെയ്യുന്നു. അടുത്തത്, ബേസ്ഡ് ഓൺ ഷെയർസ് ദി ക്യാപിറ്റൽ മാർക്കറ്റ് ഈസ് ക്ലാസിഫൈഡ് ഇൻറ്റു സ്റ്റോക്ക് ആൻഡ് ബോണ്ട് മാർക്കറ്റ്സ്. അതായത് ഷെയർസിൻ്റെ ബേസിസിൽ ക്യാപിറ്റൽ മാർക്കറ്റിനെ സ്റ്റോക്ക് മാർക്കറ്റ് എന്നും ബോണ്ട് മാർക്കറ്റ് എന്നും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അതായത് ഇതിനെയൊക്കെയാണ് ഷെയറിൻ്റെ ബേസിസിൽ ക്യാപിറ്റൽ മാർക്കറ്റിനെ തിരിച്ചിരിക്കുന്നത് സ്റ്റോക്ക് എന്നും ബോണ്ട് എന്നുമാണ്. അല്ലാതെ ക്യാപിറ്റൽ മാർക്കറ്റ് ഈസ് ടു ടൈപ്പ്. ക്യാപിറ്റൽ മാർക്കറ്റ് എത്ര തരത്തിലുണ്ടെന്നാണ് പറഞ്ഞേ? 2 മാർക്കറ്റ്. ഏതൊക്കെയാണ്? പ്രൈമറി മാർക്കറ്റ്സ് ആൻഡ് സെക്കൻഡറി മാർക്കറ്റ്സ്. എന്താ നോക്കാം പ്രൈമറി മാർക്കറ്റ്സ് സെക്കൻഡറി മാർക്കറ്റ്സും.
പ്രൈമറി മാർക്കറ്റ്സിനെ നമ്മൾ ന്യൂ ഇഷ്യൂ മാർക്കറ്റ്സ് ആണെന്നാണ് പറയുന്നത്. സെക്കൻഡറി മാർക്കറ്റ് എന്തായിരിക്കും? സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. ഓക്കെ, സ്റ്റോക്ക് എക്സ്ചേഞ്ച് മാർക്കറ്റ് എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി നോക്കാം. ദ ക്യാപിറ്റൽ മാർക്കറ്റ് ഈസ് two types. First one primary markets and second one secondary markets. Okay, നോക്കാം. Primary market is the market where new shares or securities are issued to the investor or buyer in exchange for cash through an initial public offering. Once the IPO becomes successful, the shares of the company get listed on the stock exchange. അതായത് ഇതിൻ്റെ പെർഫോമൻസിൻ്റെ എത്രത്തോളമാണെന്ന് കണ്ടിട്ടായിരിക്കും ഇതിനെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക് ലിസ്റ്റഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, മനസ്സിലായോ? പ്രൈമറി മാർക്കറ്റിൻ്റെ ഫംഗ്ഷൻ എന്തായിരുന്നു? ന്യൂ ഷെയർസ് ഇഷ്യൂ ചെയ്യുക എന്നതാണ്. അപ്പം ഇത് എന്തിൻ്റെ വഴി? ഇനിഷ്യൽ പബ്ലിക് ഓഫറിങ് വഴി. അതുവഴി ഇതെന്ത് ചെയ്യുന്നു? ബിക്കം സക്സസ്ഫുൾ. ഈ ഷെയർസ് സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ ഈ കമ്പനി എന്ത് ചെയ്യുന്നു? സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക് ലിസ്റ്റഡ് ആവുമെന്നാണ് ഇതിൻ്റെ അർത്ഥം. പ്രൈമറി മാർക്കറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് അതാണ്. എന്താണ് സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സെക്കൻഡറി മാർക്കറ്റ് ഈസ് ദി മാർക്കറ്റ് വെയർ ലിസ്റ്റഡ് സെക്യൂരിറ്റീസ് ഓർ ഷെയർസ് ആർ ബോട്ട് ആൻഡ് സോൾഡ്. അതായത് നമ്മൾ എന്ത് ചെയ്യുന്ന ലിസ്റ്റഡ് ചെയ്ത സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ ഷെയർസ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിനെയാണ് സെക്കൻഡറി മാർക്കറ്റിനകത്ത് നടക്കുന്നത്. വാങ്ങുകയും ചെയ്യുന്നു, വിൽക്കുകയും ചെയ്യുന്നു. എന്ത്? സെക്യൂരിറ്റീസ്. ഓക്കെ, ഇറ്റ് ഹെൽപ്സ് ടു റീസെൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ഷെയർസ് ഇൻ ദി മാർക്കറ്റ്. അതായത് എന്തിനു സഹായിക്കുന്നു? ഇറ്റ് ഹെൽപ്സ് ടു റീസെൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ഷെയർസ് ഇൻ ദി മാർക്കറ്റ്. നേരത്തെ നിലനിന്നുള്ള മാർക്കറ്റിനെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ഷെയർസിനെ എന്ത് ചെയ്യുന്നു? കൂടുതൽ റീസെൽ ചെയ്യുന്നതിന്. ഓക്കെ, സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഈസ് ദി പ്ലേസ് വെയർ ദീസ് ഷെയർസ് ആൻഡ് സെക്യൂരിറ്റീസ് ആർ ബോട്ട് ആൻഡ് സോൾഡ്. എന്താ പറയുന്നത്? സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്താണ്? അത് എന്തിൻ്റെ പ്ലേസ് ആണ്? ഷെയർസും സെക്യൂരിറ്റീസും വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഇടമാണെന്ന് പറയുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? സെക്കൻഡറി മാർക്കറ്റിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് നടക്കുന്നത്. പ്രൈമറി മാർക്കറ്റിൽ ന്യൂ ഇഷ്യൂ മാർക്കറ്റ്സ് ആണ്. ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് എന്താണ്? അത് ആ കമ്പനിയെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എന്തിലേക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നു? സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നു. അതാണ് പ്രൈമറി മാർക്കറ്റിൽ സംഭവിക്കുന്നത്. എന്നാൽ സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിനകത്താണ് ഷെയർസിനെയും സെക്യൂരിറ്റീസിനെയും എന്ത് ചെയ്യുന്നത്? വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? അതിനുശേഷം നമ്മൾ എന്താ പറയുന്നത്? ദ ബ്രോഡ് കോൺസ്റ്റിറ്റ്യൂട്ട് in the capital market are the fundraisers, investors, intermediaries, organizers and market regulators. ഒക്കെയാണ് ഇതിനകത്ത് ഉള്ളത്. The fundraisers are the companies that raise funds. Investors are the individuals and institutions that purchase shares from the primary and secondary market. Foreign investment in the capital market is promoted through foreign institutional investment organizers constitute various stock exchanges like NSE, BSE, etc. In India, the major capital market regulator in Securities and Exchange Board of India. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ മാർക്കറ്റ് എന്താണെന്നുള്ളൊരു ഐഡിയ കിട്ടിയല്ലോ. ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് ടൈം സെക്യൂരിറ്റീസ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന മാർക്കറ്റിനെയാണ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇവിടുത്തെ മെയിൻ എയിം എന്ന് പറയുന്നത് ഫണ്ടിനെ ഡൈവേർട്ട് ചെയ്യുക. എന്തിൽ നിന്ന് എന്തിലേക്ക്? അൺപ്രൊഡക്റ്റീവിൽ നിന്ന് പ്രൊഡക്റ്റീവ് പർപ്പസിലേക്ക് എന്ത് ചെയ്യുക? ഫണ്ടിനെ ഡൈവേർട്ട് ചെയ്യുക. പിന്നെ ദേ ആർ കൺട്രോൾഡ് ബൈ റെഗുലേറ്ററി അതോറിറ്റി. ഇവിടെ എന്താണ്? ഒരു കൺട്രോൾ ചെയ്യാനായിട്ട് ഒരു റെഗുലേറ്ററി അതോറിറ്റി ഉണ്ട്. സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്, ഡെപ്റ്റ് മാർക്കറ്റ്സ്, ഓപ്ഷൻ മാർക്കറ്റ്സ് എക്സെട്രാ ആർ എക്സാമ്പിൾ ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ്. ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ എക്സാമ്പിളാണ് ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചസും ഡെപ്റ്റ് മാർക്കറ്റ്സും ഓപ്ഷൻ മാർക്കറ്റ്സും ഒക്കെ. പിന്നെ ഷെയറിൻ്റെ ബേസ് ചെയ്തിട്ട് ക്യാപിറ്റൽ മാർക്കറ്റിനെ സ്റ്റോക്ക് എന്നും ബോണ്ട് മാർക്കറ്റ് എന്നും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാപിറ്റൽ മാർക്കറ്റ് രണ്ട് തരത്തിലാണുള്ളത്. പ്രൈമറി മാർക്കറ്റും ഉണ്ട്, സെക്കൻഡറി മാർക്കറ്റും ഉണ്ട്. പ്രൈമറി മാർക്കറ്റിൽ എന്താ നടക്കുന്നത്? ന്യൂ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പം ഏത് കമ്പനിയാണോ കൂടുതൽ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത്, കൂടുതൽ ഇത് കമ്പനിയിലുള്ളത്, അത് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? അതിനെ കമ്പനിയെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക് കൊണ്ടുവന്നത്.
പിന്നെ സെക്കൻഡറി മാർക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് അവിടെ നടക്കുന്നത്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിനകത്തെന്ന് പറഞ്ഞാൽ ഷെയർസും സെക്യൂരിറ്റീസും എന്ത് ചെയ്യുക, വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഇടമാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് സെക്കൻഡറി മാർക്കറ്റിൽ നടക്കുന്നത്. ഓക്കെ, അത്രയും മനസ്സിലായല്ലോ. ക്യാപിറ്റൽ മാർക്കറ്റ് എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ ബേസിസ് കാര്യങ്ങൾ പറഞ്ഞു. ക്യാപിറ്റൽ മാർക്കറ്റ് 2 തരത്തിലുണ്ടെന്ന് പറഞ്ഞു. ഇമ്പോർട്ടൻ്റ് ആണ് പ്രൈമറി മാർക്കറ്റും സെക്കൻഡറി മാർക്കറ്റും. ഓക്കെ, അടുത്തതിലേക്ക് പോകാം. എന്താണ് കോൺസെപ്റ്റ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ്? കോൺസെപ്റ്റും ക്യാപിറ്റൽ മാർക്കറ്റ് എന്താണെന്നുള്ള എന്താണ് ഒരു ഐഡിയ മാത്രമാണ് ഈ ഒരു ചാപ്റ്ററിനകത്ത് പറയുന്നത്. കോൺസെപ്റ്റ് കൂടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ കഴിയും. അതായത് കോൺസെപ്റ്റ് എന്ന് പറയുമ്പം ഇതിനകത്ത് ഷെയർസ് ഉണ്ട്, ബോണ്ട്സ് ഉണ്ട്, സ്റ്റോക്ക് മാർക്കറ്റ് ഉണ്ട്, സെൻസെക്സ് ഉണ്ട്, നിഫ്റ്റി ഉണ്ട്. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ ബ്രീഫായിട്ട് പറയുക എന്നത് മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. ഷെയർസ് എന്താണ്, ബോണ്ട്സ് എന്താണ്, സ്റ്റോക്ക് മാർക്കറ്റ് എന്താണ്, സെൻസെക്സ് എന്താണ്, നിഫ്റ്റി എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം പറയുന്ന ഒരു ഏരിയ ആണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഫസ്റ്റ് വൺ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഷെയർസ് എന്നാണ്. അപ്പോൾ ആദ്യം നമ്മൾ എന്താണ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് കണ്ടു, അതിൻ്റെ ബ്രോഡ് ഐഡിയ പഠിച്ചു. അതിനകത്ത് നമ്മൾ കേട്ട വാക്കുകളാണ് ഷെയർസ്, ബോണ്ട്സ്, സ്റ്റോക്ക് മാർക്കറ്റ്, സെൻസെക്സ്, നിഫ്റ്റി എന്നൊക്കെ പറയുന്നത്. അപ്പം ഇതിനകത്ത് നമ്മൾ 2 തരത്തിലാണ് ക്യാപിറ്റൽ മാർക്കറ്റ് ഉള്ളതെന്ന് പറഞ്ഞു. പ്രൈമറി മാർക്കറ്റും ഉണ്ട്, സെക്കൻഡറി മാർക്കറ്റും ഉണ്ട്. ഷെയർസും സെക്യൂരിറ്റീസും ഇഷ്യൂ ചെയ്യുന്ന മാർക്കറ്റ് സെക്കൻഡറി മാർക്കറ്റാണ്. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ. The investors who purchase shares are known as shareholders and they are owners of a specified company. അതായത് ഷെയർസിനെ പർച്ചേസ് ചെയ്യുന്ന ആളിനെ പറയുന്നത് ദ ഇൻവെസ്റ്റേഴ്സ് ഹൂ പർച്ചേസ്. ഏത് ഇൻവെസ്റ്റർ ആണോ ഷെയർസ് പർച്ചേസ് ചെയ്യുന്നത് അദ്ദേഹത്തിനെ വിളിക്കുന്ന പേരെന്താണ്? ഷെയർ ഹോൾഡർ എന്നാണ്. അദ്ദേഹം ആരായിരിക്കും? ആ സ്പെസിഫൈഡ് കമ്പനിയുടെ ഓണർ ആയിരിക്കും. മനസ്സിലായല്ലോ? അപ്പോൾ ഷെയർസ് എന്ന് പറയുന്ന ആദ്യത്തെ ഹെഡിങ്ങിൻ്റെ താഴെ തന്നെ എന്താ പറയണ്ടേ? ദ ഇൻവെസ്റ്റേഴ്സ് ഹൂ പർച്ചേസ് ഷെയർസ്. ഇൻവെസ്റ്റേഴ്സിൽ ആരാണോ പർച്ചേസ് ചെയ്യുന്നത്, ഷെയർ പർച്ചേസ് ചെയ്യുന്നത്, അവരെ എന്തെന്നറിയപ്പെടുന്നത്? ഷെയർ ഹോൾഡർ എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം ആരായിരിക്കും? ഒരു സ്പെസിഫൈഡ് കമ്പനിയിലെ ഓണറായിരിക്കും. ഷെയർസ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ ക്യാപിറ്റൽ ഓഫ് എ കമ്പനി. ഷെയർസ് ആർ ഇഷ്യൂഡ് ബൈ ബോത്ത് പ്രൈവറ്റ് ആൻഡ് പബ്ലിക് സെക്ടർ കമ്പനീസ്. ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. എവിടെയൊക്കെ? പബ്ലിക് സെക്ടറിലും ഇഷ്യൂ ചെയ്യുന്നുണ്ട്, പ്രൈവറ്റ് സെക്ടർ കമ്പനിയിലും ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ബൈ പർച്ചേസിങ് ഷെയർസ് ദ ഇൻവെസ്റ്റർ ബിക്കംസ് ദ ഓണർ ഓഫ് ദി കമ്പനി ബേസ്ഡ് ഓൺ ദി ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് മെയ്ഡ്. അയാൾ എത്രത്തോളം ഇൻവെസ്റ്റ്മെൻറ്റ് മെയ്ഡ് ചെയ്തു എന്നുള്ള കണക്കിൽ അദ്ദേഹം ഈ ഷെയർ വാങ്ങിക്കുന്ന ആൾ, പർച്ചേസിങ് ഷെയർ വാങ്ങിക്കുന്ന ആൾ എന്തായിരിക്കും? ഓണർ ഓഫ് ദി, ആ കമ്പനിയുടെ ഓണറായി മാറും എന്നാണ് പറയുന്നത്. ദേ ആർ ബോട്ട് ആൻഡ് സോൾഡ് ഇൻ ദി സ്റ്റോക്ക് മാർക്കറ്റ്. അദ്ദേഹത്തിന് എന്ത് കഴിവ് കിട്ടും? എബിലിറ്റി കിട്ടും? ആ ഷെയർ വാങ്ങാനും അത് വിൽക്കാനുമുള്ള, സ്റ്റോക്ക് മാർക്കറ്റിൽ വാങ്ങാനും വിൽക്കാനും ഉള്ള ഒരു അവകാശം കിട്ടും. അപ്പോൾ എന്താ പറയുന്നത്? ഷെയർസ് പർച്ചേസ് ചെയ്യുന്ന ആളിനെ വിളിക്കുന്ന ഷെയർ ഹോൾഡർ എന്നാണ്. അദ്ദേഹം ആ കമ്പനിയുടെ ഓണറായിരിക്കും, ആ സ്പെസിഫൈഡ് കമ്പനിയുടെ ഓണറായിരിക്കും. ഷെയർ കോൺസ്റ്റിറ്റ്യൂട്ട് ക്യാപിറ്റൽ ഓഫ് എ കമ്പനി. ഷെയർ ആർ ഇഷ്യൂഡ് ബൈ ബോത്ത്. ഇത് പ്രൈവറ്റ് സെക്ടറിലും പബ്ലിക് സെക്ടറിലും എന്ത് ചെയ്യുന്നു? ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ബൈ പർച്ചേസിങ് ഷെയർസ് ദ ഇൻവെസ്റ്റർ ബിക്കംസ് ദി. അതായത് ഷെയർ പർച്ചേസ് ചെയ്യുന്ന ഇൻവെസ്റ്റർ എന്തായി മാറുന്നു? ഓണറായി മാറുന്നു. എന്തിൻ്റെ ബേസിസിൽ? അദ്ദേഹം എത്ര പർച്ചേസ് ചെയ്തു അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എത്ര മേഡ് ചെയ്തു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അയാൾ ആരായി മാറുന്നു? ആ കമ്പനിയുടെ ഓണറായി മാറുന്നു. അതാണ് ഷെയർസിനകത്ത് പറഞ്ഞത്. ഓക്കെ, ഇനി ഷെയർസിനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇക്വിറ്റി ഷെയർസ് എന്നും പ്രിഫറൻസ് ഷെയർസ് എന്നും. എന്താണ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറഞ്ഞാൽ? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ക്യാരി വോട്ടിംഗ് റൈറ്റ്സ് അലോങ് വിത്ത് ദ ഡിവിഡൻസ് വേറാസ്. അതായത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് എന്ത് ക്യാരി ചെയ്യാനുള്ള അവകാശമുണ്ട്? അയാൾക്ക് വോട്ടിംഗ് റൈറ്റിനുള്ള അവകാശമുണ്ട്. എന്നാൽ പ്രിഫറൻസ് ഷെയർ നോ വോട്ടിംഗ് റൈറ്റ്സ് ഈവൻ ത്രൂ ദേ റിസീവ് ഡിവിഡൻസ്. അയാൾക്ക് എന്തില്ല? വോട്ടിംഗ് പവർ ഇല്ല എന്നാണ് പറയുന്നത്. അപ്പം ഇക്വിറ്റി ഷെയർസും ഉണ്ട്, പ്രിഫറൻസ് ഷെയർസും ഉണ്ട്. ഷെയർസ് 2 തരത്തിലാണുള്ളത്, ഇക്വിറ്റി ഷെയർസും
പ്രിഫറൻസ് ഷെയർസ്. മനസ്സിലായോ? അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ക്യാപിറ്റൽ മാർക്കറ്റ് എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ കോൺസെപ്റ്റിലേക്ക് കടന്നു. കോൺസെപ്റ്റ് പറയുമ്പോൾ നമ്മൾ പറഞ്ഞത് ഷെയർസിലാണ് തുടങ്ങിയത്. ഷെയർസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഷെയർസ് പർച്ചേസ് ചെയ്യുന്ന ഷെയർസ് ആളിനെ പറയുന്ന പേരാണ് ഷെയർ ഹോൾഡർ. അദ്ദേഹം ആ കമ്പനിയുടെ ആരായിരിക്കും? ഓണറായിരിക്കും. എന്തിൻ്റെ ബേസിസിലായിരിക്കും? ഇൻവെസ്റ്റ്മെൻറ്റ്, എത്ര ഇൻവെസ്റ്റ്മെൻറ്റ് മേഡ് ചെയ്യുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കമ്പനിയുടെ ഓണറായിരിക്കും. അതുപോലെ തന്നെ അയാൾക്ക് എന്ത് അധികാരമുണ്ട്? സ്റ്റോക്ക് മാർക്കറ്റിൽ ഇതിനെ വിൽക്കാനും വാങ്ങാനും ഉള്ള അധികാരം ആർക്കുണ്ട്? ആ കമ്പനിയുടെ ഷെയർ ഓണറിന് ഉണ്ട്, അല്ലെങ്കിൽ ഷെയർ ഹോൾഡറിനുണ്ട്, അല്ലെങ്കിൽ ഇൻവെസ്റ്ററിനുണ്ട്. മനസ്സിലായല്ലോ? ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ബോണ്ട്. ബോണ്ട്സ് ആർ ഇഷ്യൂഡ് ഇൻ ദി ബോണ്ട് മാർക്കറ്റ്. ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നത് ബോണ്ട് മാർക്കറ്റാണ്. ഫോർ ഷോർട്ട്, മീഡിയം ആൻഡ് ലോങ് പീരീഡ്. അതായത് ഇഷ്യൂ ചെയ്യുന്നത് 3 ഘട്ടമായിട്ടാണ്. ഷോർട്ട് പീരീഡിലേക്കുണ്ട്, പിന്നെന്താണ്, മീഡിയം ഉണ്ട്, ലോങ് പീരീഡ്സിലേക്കുണ്ട്. ഷോർട്ട് ടേം ബോണ്ട്സ് മെച്യൂർ വിത്തിൻ 1 to 3 ഇയേഴ്സ്. അതായത് ഷോർട്ട് ടേം ബോണ്ട്സ് മെച്യൂർ ആവുന്ന ഏതൊക്കെ വർഷം? 1 തൊട്ട് 3 വർഷത്തിനിടയിലാണ് ഇത് മെച്യൂർ ആവുന്നത്. മീഡിയം ടേം ബോണ്ട്സ് ഇൻ 4 to 10 ഇയേഴ്സ്. മീഡിയം ടേം ബോണ്ട് മെച്യൂർ ആവുന്നത് 4 വർഷം ടു 10 വർഷത്തിനിടയ്ക്കായിരിക്കും. ആൻഡ് ലോങ് ടേം ബോണ്ട്സ് ഹാവ് എ മെച്യൂരിറ്റി പീരീഡ് ഓഫ് ഗ്രേറ്റർ ദാൻ 10 ഇയേഴ്സ്. 10 വർഷത്തിനും കൂടുതലുള്ളെങ്കിൽ അത് എന്താണ്? ലോങ് ടേം പീരീഡ് ആയിരിക്കും. അല്ലെങ്കിൽ എന്താണ്? ലോങ് ടേം ബോണ്ട്സ് ഹാവ് എ മെച്യൂരിറ്റി പീരീഡ്. ലോങ് ടേം ബോണ്ട്സിൻ്റെ മെച്യൂരിറ്റി പീരീഡാണ് ആ 10 വർഷമെന്ന് പറയുന്നത്, 10 വർഷത്തിൽ കൂടുതലെന്ന് പറയുന്നത്. ഓക്കെ, ബോണ്ട്സ് എന്താണെന്ന് മനസ്സിലായല്ലോ? ഓക്കെ, ബോണ്ട്സ് ആർ ഇഷ്യൂഡ് ഇൻ ദി ബോണ്ട് മാർക്കറ്റ്. അത്രയും നമ്മൾ പറഞ്ഞല്ലോ. ഫോർ ഷോർട്ട്, മീഡിയം ആൻഡ് ലോങ് പീരീഡ്സ്. ഷോർട്ട് ടേം ബോണ്ട്സ് മെച്യൂർ വിത്തിൻ 1 to 3 ഇയേഴ്സ്. മീഡിയം ടേം ബോണ്ട്സ് ഇൻ 4 to 10 ഇയേഴ്സ്. ആൻഡ് ലോങ് ടേം ബോണ്ട്സ് ഹാവ് ദി മെച്യൂരിറ്റി പീരീഡ് ഓഫ് ഗ്രേറ്റർ ദാൻ 10 ഇയേഴ്സ്. ഇതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കണം. ഇതിൻ്റെ പീരീഡ് ടൈമൊക്കെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കണം. എത്ര വർഷത്തേക്കാണ് ഈ ബോണ്ട്സും ഒക്കെ ഉള്ളതെന്നുള്ളത്. അതായത് ബോണ്ട്സ് 3 ടൈപ്പായിട്ടാണെന്നാണ് പറഞ്ഞത്. ഷോർട്ട്, മീഡിയം, ലോങ് ടൈം. ഇതിൻ്റെ ആ ഒരു മെച്യൂരിറ്റി പീരീഡ് ഉണ്ടല്ലോ, അതൊന്ന് ഓർത്ത് വെച്ചിരിക്കണം. ഓക്കെ, എ ബോണ്ട് ഈസ് ഇഷ്യൂഡ് ബൈ ഗവൺമെൻറ് ഓർ പ്രൈവറ്റ് എൻറ്റിറ്റീസ്. ബോണ്ട് ഇഷ്യൂ ചെയ്യുന്ന ആരാണ്? ഗവൺമെൻറ് അല്ലെങ്കിൽ പ്രൈവറ്റ് എൻറ്റിറ്റീസാണ് ബോണ്ടിനെ ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ, ഒന്നുകിൽ ഗവൺമെൻറ് അല്ലെങ്കിൽ പ്രൈവറ്റ് എൻറ്റിറ്റീസാണ് ഇതിനെ ഇഷ്യൂ ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ ഫോം ഓഫ് ലോൺ പ്രൊവൈഡഡ് ബൈ ദി ഇൻവെസ്റ്റർ ടു എ കമ്പനി ഓർ ഗവൺമെൻറ് ഫോർ ആൻ എഗ്രീഡ് പീരീഡ്. ഒരു എഗ്രീഡ് പീരീഡിലായിരിക്കും അദ്ദേഹം അത് എന്ത് ചെയ്യുന്നത്? പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലേ? ദീസ് ഇൻവെസ്റ്റേഴ്സ് ഹിയർ ഡു നോട്ട് ബിക്കം ദി ഓണേഴ്സ് ഓഫ് ദി കമ്പനി. ഇവിടെ ഓണർ ആവുമോ? ഇല്ല, ഇവിടെ ഓണർ ആവത്തില്ല. എ ബോണ്ട് ഈസ് ഇഷ്യൂഡ് ബൈ ഗവൺമെൻറ് ഓർ പ്രൈവറ്റ് എൻറ്റിറ്റീസ്. ഇറ്റ് ഈസ് എ ഫോം ഓഫ് ലോൺ പ്രൊവൈഡഡ് ബൈ ദി ഇൻവെസ്റ്റർ ടു എ കമ്പനി ഓർ ഗവൺമെൻറ് ഫോർ ആൻ എഗ്രീഡ് പീരീഡ്. ഒരു എഗ്രീഡ് പീരീഡിലേക്ക് ഇത് ഇൻവെസ്റ്ററിന് ആര് കൊടുക്കുന്നു? കമ്പനി ഓർ ഗവൺമെൻറ് കൊടുക്കുന്നു. പക്ഷെ ആ ഇൻവെസ്റ്റേഴ്സ് എന്താവത്തില്ല? ഓണേഴ്സ് ഓഫ് ദി കമ്പനി. ആ കമ്പനിയിലെ ഓണേഴ്സ് ആയിരിക്കത്തില്ല. ഓക്കെ, ദ ഇൻവെസ്റ്റേഴ്സ് റിസീവ് ആൻഡ് ഇൻട്രസ്റ്റ് റേറ്റ് ആൻഡ് ദി ലോൺ എമൗണ്ട് ഈസ് റീപെയ്ഡ് ബൈ ദി കമ്പനി അറ്റ് എ ഫ്യൂച്ചർ ഡേറ്റ്. ഒരു കമ്പനിയുടെ ഫ്യൂച്ചർ ഡേറ്റിലേക്ക് എന്ത് ചെയ്യുന്നു? അതിനെ അറ്റൈൻ ചെയ്യുന്നു. യൂഷ്വലി ദ ഇൻട്രസ്റ്റ് ഓർ കൂപ്പൺ ഈസ് റിസീവ്ഡ് ട്വൈസ് എ ഇയർ. ബോണ്ട് ഈസ് നോട്ട് എ റിസ്കി ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പയർഡ് ടു ഷെയർസ്. ഷെയർസിൻ്റെ അത്രയും റിസ്കി എലമെൻ്റ് അല്ല എന്തെന്ന് പറയുന്നത്? ബോണ്ട് എന്ന് പറയുന്നത്. ബോണ്ടും ഷെയറും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ റിസ്ക് ഏതിനാണ്? ഷെയർസിനാണ് ഉള്ളത്. ഓക്കെ, അത്രയും മനസ്സിലായോ? എന്താണ് ഷെയർ എന്നും എന്താണ് ബോണ്ട് എന്നുള്ളത് ക്ലിയർ ആയല്ലോ? അപ്പം ഷെയർസിനാണോ ബോണ്ടിനാണോ റിസ്ക് കൂടുതൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതിനാണ് റിസ്ക് കൂടുതൽ? ഷെയർസിനാണ് ബോണ്ടിനേക്കാളും റിസ്ക് കൂടുതൽ. ഷെയർസ് എന്ന് പറയുമ്പം ഷെയർസ് പർച്ചേസ് ചെയ്യുന്ന ആളിനെ ഷെയർ ഹോൾഡേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം ആ കമ്പനിയുടെ ഓണർ ആയിരിക്കും. അദ്ദേഹത്തിന് സ്റ്റോക്ക് മാർക്കറ്റിൽ എന്തിനുള്ള ഫെസിലിറ്റി ഉണ്ട്? അത് വിൽക്കാനും വാങ്ങാനും ഉള്ള ഫെസിലിറ്റീസ് ഉണ്ട്.
വാങ്ങാനും വിൽക്കാനുമുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ ബോൺസിനകത്ത് അങ്ങനെ ഒരാൾ ഇപ്പം ഇൻവെസ്റ്റർ ബോൺസിൻ്റെ ആ ഫെസിലിറ്റി ഏറ്റെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു എഗ്രിമെൻറ്റ് പീരീഡിൽ വരെ ഉള്ളതായിരിക്കും അദ്ദേഹത്തിൻ്റെ കയ്യിൽ അത്. പക്ഷെ അതൊരിക്കലും കമ്പനിയുടെ ഓണറല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, പക്ഷേ ഷെയറിനേക്കാളും റിസ്ക് കുറവ് ഏതിനാണ്? ബോണ്ടിനാണെന്നും പറയുന്നു. ഓക്കെ, അത്രയും മനസ്സിലായല്ലോ. ഇനി എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് നോക്കാം. Stock market refers to a place where the participants or the buyers and sellers of stocks will purchase and sell the equity shares of companies. അതായത് സ്റ്റോക്ക് മാർക്കറ്റ് എന്താ പറയുന്നത്? Place where the participants or the buyers and sellers of stocks, ബയേഴ്സും സെല്ലേഴ്സും, സ്റ്റോക്കിൻ്റെ ബയേഴ്സും സെല്ലേഴ്സ് സ്റ്റോക്സ് will purchase and sell the equity shares of company. The participants in a stock market are investors and traders who are interested in participating in the financial market by expecting profit. ഒരു എക്സ്പെക്റ്റിംഗ് പ്രോഫിറ്റിൻ്റെ ബേസിസിൽ ഒരു ഫിനാൻഷ്യൽ പാർട്ടിസിപ്പൻസിനെയാണ്, ഇൻട്രസ്റ്റ് ചെയ്യുന്ന പാർട്ടിസിപ്പൻസിനെയാണ് എന്തെന്ന് പറയുന്നത്? സ്റ്റോക്ക് മാർക്കറ്റിനകത്ത് ഉൾപ്പെടുന്നത്. ദ ഇൻവെസ്റ്റേഴ്സ് ഇൻ എ ക്യാപിറ്റൽ മാർക്കറ്റ് ഹാവ് ലോങ് ടൈം പീരീഡ് ആൻഡ് they benefit from capital appreciation over time. According to Pale, security exchanges are marketplaces where securities that have been listed thereon may be bought and sold for either investment or speculation. ഓരോരുത്തരും ഓരോ അഭിപ്രായങ്ങളാണ് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് പറയുന്നത്. സ്റ്റോക്ക് എക്സ്ചേഞ്ച്, അപ്പം ഈ സ്റ്റോക്ക് മാർക്കറ്റിനകത്ത് ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറയുന്നത്, സ്റ്റോക്ക് എക്സ്ചേഞ്ചിനകത്ത് ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഈസ് ആൻ ഓർഗനൈസ്ഡ് മാർക്കറ്റ്. സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഓർഗനൈസ്ഡ് മാർക്കറ്റാണ്. അതുപോലെ തന്നെ എന്താ പറയുന്നത്? സെക്യൂരിറ്റീസ്, അതായത് സെക്യൂരിറ്റീസ് ഇഷ്യൂഡ് ബൈ, സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്ന ആരാണ്? സെൻട്രൽ, സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ ഗവൺമെൻറ്റ്സ്, മുനിസിപ്പാലിറ്റീസ്, പോർട്ട് ട്രസ്റ്റ്, പബ്ലിക് യൂട്ടിലിറ്റി കൺസേൺസ്, ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ് ആൻഡ് പബ്ലിക് കോർപ്പറേഷൻസ്. പിന്നെ ആർ ബോട്ട് ആൻഡ് സോൾഡ് ഓൺ ദി ഫ്ലോർ ഓഫ് എ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അതാണ് സെക്യൂരിറ്റീസ് ബൈ സെക്യൂരിറ്റീസ്. അതായത് സെക്യൂരിറ്റീസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? ഷെയർസും ഡിബഞ്ചേഴ്സും ബോൺസും എക്സെട്രയാണ് എന്തെന്ന് പറയുന്നത്? സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. ഷെയർസ്, ഡിബഞ്ചേഴ്സ്, ബോണ്ട്, ഇതൊക്കെ മൂന്നൂടെ ചേരുന്നതാണ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, ആ സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്ന ആരാണ്? സെൻട്രൽ, സ്റ്റേറ്റ്, ലോക്കൽ ഗവൺമെൻറ്റ്സ്, മുനിസിപ്പാലിറ്റീസ് ഒക്കെയാണ് ഇത് ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. പിന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻസ് ടേക്ക് പ്ലേസ് ബിറ്റ്വീൻ മെമ്പേഴ്സ് ഓർ ദെയർ അഥറൈസ്ഡ് ഏജൻറ്റ്സ് ഓൺ ബിഹാഫ് ഓഫ് ദി ഇൻവെസ്റ്റേഴ്സ്. പിന്നെ പറയുന്നത് എന്താണ്? ഇൻ എ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓൾ ട്രാൻസാക്ഷൻസ് ആർ റെഗുലേറ്റഡ് ബൈ ദി റൂൾസ് ആൻഡ് ബൈ ലോസ് ഓഫ് ദി കൺസേൺഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അപ്പം സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? സ്റ്റോക്ക് മാർക്കറ്റിനകത്ത് എന്താ നടക്കുന്നത്? സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് നടക്കുന്നത്, അല്ലേ? അപ്പം നമ്മൾ ഇതുവരെ കണ്ട എന്താണ്? ഷെയർസ് എന്താണ്, ബോണ്ട് എന്താണ്, സ്റ്റോക്ക് മാർക്കറ്റ് എന്താണ് എന്നീ കാര്യങ്ങളാണ്. ഇത് ക്യാപിറ്റൽ മാർക്കറ്റിലെ കോൺസെപ്റ്റ് ആണ് എന്നും നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സെൻസെക്സ് എന്താണെന്നാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, എന്താണ് സെൻസെക്സ്? The Sensex was launched on January 1st, 1986. 1986 ഈ സെൻസെക്സ് എന്ന് പറയുന്നത് ലോഞ്ച് ആയത്. ഓക്കെ, ഇറ്റ് ഈസ് ആൻ ഇൻഡെക്സ് ദാറ്റ് ട്രാക്സ് ദി പെർഫോമൻസ് ഓഫ് ഇന്ത്യാസ് ലാർജസ്റ്റ് ആൻഡ് ഫിനാൻഷ്യലി ഹെൽത്തി 30 industries. These 30 industries are listed on the Bombay Stock Exchange. It is India's most tracked index. Indian rupee and US dollar are used to calculate the census. സെൻസെക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന എന്തൊക്കെയാണ്? ഇന്ത്യൻ റുപ്പിയും US ഡോളറുമാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. The top 5 index constituents in Sensex with the highest weightage are Reliance Industries, HDFC Bank, ICICI Bank,
ITC and Infosys in the beginning of August 2023 after the merger of HDFC and HDFC with HDFC Bank. Okay. HDFC നിന്ന് HDFC ബാങ്കിലേക്ക് മർജർ ചെയ്ത് ഏത് വർഷം 2023. ഓക്കെ. The Sensex methodology has been developed and evolved by the evolution of the Indian economy. When it first started, it was computed using market capitalization, but in September 2003 it switched to a free float capitalization technique. This gave a weighting to a company's impact on the index. Because the index uses the float rather than the outstanding shares of a firm, it excludes restricted stocks that cannot be sold easily, such as those held by corporate executives. അടുത്ത നോക്കിയേ. The Sensex is re-evaluated twice a year. 2 വർഷം കൂടുമ്പോഴാണ് ടോയ്സ് എ ഇയർ എന്നാണ് പറയുന്നത് അല്ലേ. റീഇവാലുവേറ്റഡ് സെൻസെക്സിനെ റീഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട് ബിറ്റ്വീൻ ജൂൺ ആൻഡ് ഡിസംബർ. ഏതൊക്കെ മാസത്തിലായിരിക്കും? ജൂൺ മാസത്തിൽ അല്ലെങ്കിൽ ഡിസംബർ മാസത്തിൽ. ദ S&P BSE ഇൻഡെക്സ് കമ്മിറ്റി ചൂസസ് ഈസ് കമ്പോണൻസ് ബേസ്ഡ് ഓൺ ന്യൂമറസ് ക്രൈറ്റീരിയ. അതായത് ഏതൊക്കെ ക്രൈറ്റീരിയ ബേസിസിലായിരിക്കും സെൻസെക്സ് നോക്കുന്നതെന്ന് പറഞ്ഞാൽ they should be listed on the BSE in India. There should be a large to mega cap company. The stocks should be relatively liquid. Stock എന്തായിരിക്കണം? Relatively liquid ആയിരിക്കണം. The company should make money from their core activities. They should try to keep the sector balanced similar to the Indian stock markets. ഇത്രയും കൂടി ചേർത്താണ് സെൻസെക്സ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ പഠിച്ച എന്താണ്? കമ്പോണൻസ് കോൺസെപ്റ്റാണ്. ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ കോൺസെപ്റ്റിനകത്ത് ഷെയർസ് എന്താണ്, ബോണ്ട്സ് എന്താണ്, സ്റ്റോക്ക് മാർക്കറ്റ് എന്താണ്, സെൻസസ് എന്താണ് പഠിച്ചു. ഓക്കെ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് നിഫ്റ്റി. നിഫ്റ്റി എന്താണ്? നിഫ്റ്റി കോൺസ്റ്റിറ്റ്യൂട്ട്സ് ദ യാർഡ്സ്റ്റിക് ഇൻഡെക്സ് ഓഫ് ദി നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഇറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം 2 വേർഡ്സ്, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആൻഡ് 50 നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നീ പറഞ്ഞ 2 വേർഡ്സിൽ നിന്നാണ് നിഫ്റ്റി എന്ന വാക്കുണ്ടായത്. ഓക്കെ. ഈ 1996 വിത്ത് ദ നെയിം CNX Nifty. In 2015 it was renamed as Nifty 50. Nifty 50. It tracks the performances of 50 top companies in India. The Nifty 50 is a benchmark based index and the NSE's flagship, showcasing the top 50 equity stocks listed on the stock exchange out of the total of 2000. The meaning of Nifty is derived from a combination of 2 terms, namely National Stock Exchange and 50. The National Stock Exchange 50 is abbreviated as NSE 50. The Nifty 50 index has shaped up to be the largest single financial product in India. ഇത് തന്നെയാണ് നമ്മൾ മുകളിലും പറഞ്ഞത് അല്ലേ. എന്തിൽ നിന്നാണ്? നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും 50യിൽ നിന്നാണ് നിഫ്റ്റി എന്നൊരു പറയുന്ന നിഫ്റ്റിയിലേക്ക് എത്തുന്നത്. നിഫ്റ്റി എന്ന് പറയുന്ന വേർഡിലേക്ക് എത്തുന്നത്. അതിനുശേഷം അതിനെ റീനെയിം ചെയ്തു നിഫ്റ്റി 50 എന്ന് അല്ലേ. പിന്നെന്താ പറയുന്നത് നിഫ്റ്റിയെക്കുറിച്ച്? The National Stock Exchange 50 is abbreviated in NSE 50. The Nifty 50 index has shaped up the largest single financial product in India with a ecosystem consisting of exchange traded funds and futures and options at NSE and SGX. Nifty 50 is the world's most actively traded contract. Between 2008 and 2012, the Nifty 50 index shares of BSE market fell from 65% to 29% due to the
rise of sectoral indices like Nifty Bank, Nifty IT, Nifty Pharma and Nifty Next 50 as of January 2023, Nifty 50 gives a weightage of 36.81% to financial services including banking, 40.70% to IT, 12.17% to oil and gas, 9.02% to consumer goods and 5.84% to ഓട്ടോമൊബൈൽസ്. ഇങ്ങനെയായിരുന്നു നിഫ്റ്റിയുടെ കണക്കുകൾ പറഞ്ഞിരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം കണ്ടു എന്താണ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് കണ്ടു. ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ബേസിക് കോൺസെപ്റ്റ് എന്താണെന്ന് പരിചയപ്പെട്ടു. ഷെയർസും ബോൺസും സ്റ്റോക്ക് മാർക്കറ്റും സെൻസെക്സും നിഫ്റ്റിയും അതിനകത്ത് ഉൾപ്പെടുന്നതാണെന്ന് പറഞ്ഞു. അതിനുശേഷം കുറച്ച് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വായിച്ച് നോക്കുക. അതിൻ്റെ ആൻസേഴ്സ് തൊട്ടപ്പുറത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ വായിച്ച് നോക്കി അത് വർക്കൗട്ട് ചെയ്തതിന് ശേഷം മാത്രം ആൻസേഴ്സിലേക്ക് നോക്കുക. ഓക്കെ, താങ്ക് യു.